മാധ്യമങ്ങൾ പറഞ്ഞു പരത്തുന്ന വ്യാജ വാർത്തകൾക്കെതിരെ കെ സുരേന്ദ്രൻ ഒരു മണ്ഡലത്തിലും മത്സരിക്കണമെന്ന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴക്കരുതെന്നും മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്യാം ബാബു കോറോത്ത് ചേരുന്നു. ശ്യാം, വ്യാജ വാർത്തകൾക്കെതിരെ കെ സുരേന്ദ്രൻ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾ പറഞ്ഞു പരത്തുകയാണ്, ഒരു മണ്ഡലത്തിലും മത്സരിക്കണമെന്ന് താൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല, അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴക്കരുതെന്നും മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കുകയാണോ? തീർച്ചയായും രോഹിണി, നമ്മൾ എപ്പോഴൊക്കെ കാണുന്ന ഒരു സ്ഥിരം പ്രവണതയാണിത്. കാരണം തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ പ്രധാനപ്പെട്ട സീറ്റുകൾ, അതായത് BJPക്ക് വിജയ സാധ്യതയുള്ള സീറ്റുകളിൽ നേതാക്കന്മാർ തമ്മിൽ എന്താ പറയുക, പിടിവലിയാണ്, വലിയ രീതിയിൽ ഒച്ചപ്പാടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ്. ഇങ്ങനെ അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ സീറ്റിന് വേണ്ടിയൊക്കെ കടിപിടി കൂടുകയാണ് എന്ന തരത്തിലുള്ളൊരു നെറേറ്റീവ് എല്ലാ തവണയും ഇലക്ഷൻ അടുക്കുമ്പോഴൊക്കെ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട പിൻപറ്റുന്ന ചില മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും എല്ലാ തവണ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, വിശേഷിച്ച് വട്ടിയൂർക്കാവിൽ ആയിരുന്നു ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രൻ മത്സരിക്കാൻ പോകുന്നു. അവിടെ ശ്രീലേഖയ്ക്ക് നേരത്തെ ഒരു സീറ്റ് ഓഫർ ഉണ്ടായിരുന്നു. മറ്റ് ചില പ്രധാനപ്പെട്ട BJP നേതാക്കൾ അവിടെ സ്വാഭാവികമായിട്ട് ആ സീറ്റ് കണ്ണുവെച്ച് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചില വാർത്തകൾ പടച്ചുവിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് കെ സുരേന്ദ്രൻ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തെ തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വലിയ വിജയം നേടിയ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ ഗുരുവായൂർ ഒഴികെ ബാക്കി 6 മണ്ഡലങ്ങളിലും BJPക്ക് വലിയ രീതിയിൽ തന്നെ ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന രീതിയിലുള്ള ചില വാർത്തകളായിരുന്നു, അഭ്യൂഹങ്ങളായിരുന്നു അന്ന് കൃത്യമായി തന്നെ മുന്നോട്ട് വെച്ചിരുന്നത്. അതിനു മുമ്പ് പല മണ്ഡലങ്ങളിൽ കെ സുരേന്ദ്രനെ പ്രതിഷ്ഠിക്കാനുള്ള ചില നീക്കങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പാലക്കാട് മണ്ഡലത്തിൽ BJP വലിയ പ്രതീക്ഷ നൽകുന്ന പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അവിടെ കെ സുരേന്ദ്രൻ പാർട്ടി സ്ഥാനാർത്ഥിയെ എത്തുമെന്ന രീതിയിലും ചില മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായി തന്നെ ഒരു പ്രതികരണവുമായി BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ പടച്ചുവിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യം തൃശ്ശൂർ, പിന്നെ പാലക്കാട്, ഒടുവിൽ വട്ടിയൂർക്കാവ്. ഒരു മണ്ഡലത്തിലും മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് ആരോടും ഈ നിമിഷം വരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, കപ്പിനും ചുണ്ടിനുമിടയിൽ തോറ്റിട്ടുമുണ്ട്. മത്സരിച്ചതെല്ലാം പാർട്ടി ആവശ്യപ്പെട്ട സ്ഥലങ്ങളിലാണ്. ദയവായി എൻ്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കരുതെന്ന് തൽപര കക്ഷികളോട് അഭ്യർത്ഥിക്കുന്നു. ഇത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്താണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതെന്ന്. പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം ഉണ്ടാക്കാനും BJPയെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി, ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ബെഡാ ഫൈറ്റർ, അങ്ങനെ തന്നെയാണ് പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ അദ്ദേഹം 83 വോട്ടിനാണ് അദ്ദേഹത്തിന് അന്ന് തോൽക്കേണ്ടി വന്നത്. അതിൽ ഒരുപാട് കള്ളവോട്ടുകൾ ചേർത്തതായിട്ടുള്ള ആരോപണങ്ങളൊക്കെ അന്ന് മുന്നോട്ട് വന്നിരുന്നു. എന്നിരുന്നാൽ പോലും അദ്ദേഹം മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായൊരു ഫൈറ്റ് കാഴ്ചവെക്കാൻ BJP സ്ഥാനാർത്ഥി നിലയിൽ കെ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മാധ്യമ അജണ്ടകൾക്ക് കൃത്യമായി തന്നെ ഒരു ഉത്തരം, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായി തന്നെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി, ശ്യാം ബാബു കോറോത്താണ് വിവരങ്ങൾ നൽകിയത്.